ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ശരിക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണോ? ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു മുടി ഉണ്ടെങ്കിലേ എനിക്ക് ഒരു വ്യക്തിത്വം ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഞാൻ. എന്നെ പെട്ട തലയാ കഷണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. നല്ല മുടി വെച്ച് നല്ല സൗന്ദര്യത്തിന്റെ സുഖം ഞാൻ അനുഭവിച്ച ആളുമാണ്. ഒരു കോയിന്റെ അപ്പുറവും ഇപ്പുറമാണ്. പക്ഷേ മുടി ഇപ്പൊ വന്നിട്ട് ഒരു 10-15 ദിവസമായി. കുറ്റിമുടി ആയിട്ടുള്ളെങ്കിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യം, കാരണം എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ, ഈ 2 പിള്ളേരുടെ അമ്മയാണോ ഈ പറയുന്നത്? ഫ്രണ്ട്സ് പാടില്ല, എന്താ പറയുക, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ 28-ാം വയസ്സിൽ അല്ല, എനിക്ക് സ്വന്തമായിട്ട് ഫോൺ വന്നത് എന്റെ 29-ാം വയസ്സിലാണ്. അതെ, അതുവരെ എന്റെ ഫോൺ അമ്മയായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. ഞാനിപ്പോ ഇതുപോലൊന്നും പച്ചക്ക് സത്യം പറയാറില്ല. ഞാൻ മാഷടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ സത്യം പറയാൻ പഠിച്ചത്. അതുവരെ ഞാൻ ഫുൾ കള്ളത്തിനെ പറയാം. എടുക്കുന്ന കള്ളത്തിനും പറയാനേ. ഇപ്പൊ ശരിക്കും നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാ? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും തൊട്ട് രാത്രി എത്ര മണിക്ക് കിടക്കും വരെയുള്ള കഥകൾ? രാവിലെ നമ്മള് 3:30-4 മണിക്ക് എണീക്കും. 3:30-4 മണിയോ? പുള്ളിക്കാരി ഞാൻ ഒരു 5-5:30 ആക്ച്വലി മാഷായിരുന്നു ആദ്യം 3 മണിക്ക് എണീറ്റോണ്ടിരുന്നത്. പുള്ളി ആദ്യം, അതായത് കുട്ടികളാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആത്മചായതിനു ശേഷം. മോളായതിനു ശേഷമാണ് കംപ്ലീറ്റ് നമ്മളുടെ ജീവിതം ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കി. താങ്കളിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചേട്ടാ, ഓം പരമാത്മ വന്നതിന് ശേഷം നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറി. അതുവരെ ആത്മജ വന്നപ്പോഴും ഞങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ അതിൽ സിങ്ക് ആയിട്ടാണ് ആത്മജ പൊക്കോണ്ടിരുന്നത്. ആത്മജയ്ക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ മോള് വന്നപ്പം ഞങ്ങൾ കംപ്ലീറ്റ്ലി മോൾക്ക് വേണ്ടി മോള് ഞങ്ങളെ മാറ്റി മറിച്ചു തന്നെ പറയാം. അത്രയും വ്യത്യാസം. ചേട്ടൻ്റെ ഈ മ്യൂസിക് കമ്പോസിഷനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് എപ്പോഴാണ് സമയം കിട്ടുക? പുള്ളിക്ക് 5 മിനിറ്റ് മതി. സത്യം, ഞാനത് ഇനിയിപ്പോ മിക്കവാറും ആൾക്കാരത് കണ്ടു പറയും, ഓ അവള് തള്ളു തുടങ്ങി പറഞ്ഞിട്ട്. അതല്ല, സത്യം പറയട്ടെ, എന്തെങ്കിലും ഇതാക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊരു ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. 5 മിനിറ്റിൽ മറ്റേ എന്താ പറയുക, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വിളിച്ച് ചോദിക്കും പ്രോഗ്രാമർ ഉണ്ടോയെന്ന് ചോദിക്കും. അവിടെ പോയിട്ട് ഒരു അരമണിക്കൂറിൽ മൊത്തം അവരടുത്ത് വർത്താനവും പറഞ്ഞ് പാട്ടും പാടി തിരിച്ച് വീട്ടിലേക്ക് എത്താറുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിൾ. പ്രൊമോഷനൊക്കെ വരുമ്പോ ഞാനിത് 10-15-20 പ്രാവശ്യം ഇരുന്ന് പഠിക്കും. എന്നിട്ട് ഈ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പഠിച്ചതൊക്കെ മറന്നു പോകും. ഞാൻ ബബ്ബേ അടിക്കും. അതുകൊണ്ട് പുള്ളിക്ക് ഞങ്ങൾ തമ്മിൽ തല്ല് കൂടുന്നത്, അല്ലെങ്കിൽ എന്നെ ചീത്ത പറയാൻ വഴക്ക് പറയുന്ന ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യമോ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഞാനത് നേരെ തിരിച്ചായിരിക്കും പറയുന്നത്. കാരണം ഞാൻ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ എല്ലാം മറന്നു. പുള്ളിക്കാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, എല്ലാം ഓർമ്മയാണ്. അതിനി 2 പേജാണെങ്കിൽ 3 പേജാണെങ്കിൽ പുള്ളിക്ക് നല്ല ഓർമ്മയാണ്. അത് നല്ല ഭംഗിയിൽ പറയും. ഞാനാണെങ്കിൽ 15-20 പ്രാവശ്യം പഠിച്ചിട്ട് ഞാൻ മറന്നു പോകും. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ ഇതുവരെ തല്ലുണ്ടായിട്ടുള്ളൂ. ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് അത് ചില സമയം ഞാനിങ്ങനെ ഭയങ്കര ഭാവാത്മകമായിട്ടൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരു സാധാരണ ഒരാളാണ് ഞാൻ അങ്ങനെ പറയത്തില്ല, ദേഷ്യപ്പെടത്തൊന്നും ഇല്ല. പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇത്രയും വർഷമായിട്ട് സിനിമയിലും തലശ്ശേരിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ചില സമയം നമ്മൾ ഈ പറഞ്ഞു വരുമ്പോ ഈ മറ്റെന്താണ് നല്ല സാധനങ്ങൾ വരും. അപ്പൊ ഞാൻ തന്നെ അത് എൻജോയ് ചെയ്താണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുള്ളിക്കാരിന്ന് കേൾക്കുമ്പോ എനിക്കൊരു സന്തോഷം. എന്റെ ഉള്ളിലൊരു ഡയറക്ടർ ഉണ്ട് ബേസിക്കലി, മനസ്സിലായോ? പക്ഷെ പുള്ളിക്കാരി ചിലപ്പം ഒരു ബന്ധവും ഇല്ലാതെ വേറെ സാധനം പറയും. കാരണം പുള്ളിക്കാരി മനസ്സിൽ എന്തോ സെറ്റ് ചെയ്ത് വെച്ച്, ഇനി എന്റെ പറയണമെങ്കിൽ ഇത് ആദ്യം ഞാൻ പറയാം. അപ്പൊ ഇത് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞിട്ട് നീ എന്താ ദേവിയെ പറയാതെ 3-ാമത്തെ പ്രാവശ്യം ഇത് പറയുമ്പോ താനൊരു നടിയില്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അതുകൊണ്ടാ. നമ്മൾ നമ്മൾ അപ്പപ്പ ജീവിക്കണം എന്ന് പറയുന്നത് അല്ല, ഞാൻ കുറ്റല്ല പറയുന്നത്. നമ്മൾ അപ്പപ്പ എന്ത് ചെയ്യുന്നു അതിനെ ആസ്വദിച്ച് ജീവിക്കേണ്ട ആളല്ലേ. ഞാൻ അഭിനയിച്ചപ്പോൾ അഭിനയം ആസ്വദിച്ചിരുന്നു, ഡാൻസ് ചെയ്തപ്പോൾ ഡാൻസ് ആസ്വദിച്ചിരുന്നു, യോഗ ചെയ്തിട്ട് ഇപ്പം ഞാൻ കുടുംബജീവിതം ആസ്വദിക്കും. അപ്പം ഞാൻ ആക്ച്വലി മറന്നുപോയി ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നതോ. ഇതൊന്നും എനിക്ക് ആരെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. അപ്പം ഞാൻ മുമ്പെടുത്ത് ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, എനിക്കിത്തിരി മറവിയൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഈ കുട്ടികളതൊക്കെ ചെയ്തിട്ട് ഞാൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര മറവിയാണോ. ഇപ്പുറത്ത് തിരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് തുറന്നു വെച്ചോണ്ട് വെയിറ്റ് ചെയ്യും. ഞാൻ എന്തിനാ ഈ ഫ്രിഡ്ജ് തുറന്നത്, ആ രീതിയിലുള്ള മറവിയാണ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ. ഞാൻ ഇപ്പോഴേ ഇത് മിസ്യൂസ് ചെയ്യാന്ന കൂടെ ഉള്ളവരൊക്കെ പറയുന്നത്. അല്ല,
വന്നോടും. എന്താ പറയാ, എന്തോ മോമി ബ്രെയിനോ അങ്ങനെ എന്തൊരു പേര് ഞാൻ എന്ത് പറയാനും പറയാം, ഞാൻ ഓർഗൻ ഡെവലപ്മെന്റ് ആണ്. സത്യാണ് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ശരിക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണോ? ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കത് ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ ഒരു മുടി ഉണ്ടെങ്കിലേ എനിക്ക് ഒരു വ്യക്തിത്വം ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഞാൻ. കാരണം എന്നെ പെട്ടതലയാ കഷണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. നല്ല മുടി വെച്ച് നല്ല സൗന്ദര്യത്തിന്റെ സുഖം ഞാൻ അനുഭവിച്ച ആളുവാണ്. മനസ്സിലായി? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരു കോയിന്റെ അപ്പുറവും ഇപ്പുറമാണ്. പക്ഷേ മുടി ഇപ്പോൾ വന്നിട്ട് ഒരു 10-15 ദിവസമായി. കുറ്റിമുടി ആയിട്ടുള്ളെങ്കിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മുടി ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളൊരു രൂപവും മുടി വന്നിട്ടുള്ളൊരു രൂപവും കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും. അതൊരു സത്യസന്ധമായ കാര്യമാണ്. കൂടെ നിൽക്കുന്ന ആളായിട്ട് ഞാനും പറയട്ടെ. ബിക്കോസ് തലേ ദിവസം വരെ നമ്മൾ മുടി ഇല്ലാതെയാണ് കണ്ടത്. മുടി വന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ആ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുവരെ ഞാൻ ഇതൊന്നും കുഴപ്പമില്ലല്ലോ മുടി ഇല്ലെങ്കിൽ എന്തെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ തന്നെ ആലോചിച്ചു, ഓക്കെ ഇത്രയൊക്കെ മാറ്റം വരുമല്ലേ ഒരാൾക്ക് മുടി വെക്കുമ്പോഴത്തേക്ക് മുടി കൊഴിഞ്ഞും തുടങ്ങി. കുഴപ്പമില്ല, ലാ ഡെൻസിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞാൻ ഭാഷ എടുക്കും, പക്ഷെ ലാ ഡെൻസിറ്റിയിൽ സ്ത്രീകൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം, ഒന്നും നോക്കണ്ട, ലൈഫ് ലോങ് സെറ്റാക്കി തരാം. അല്ല, ഇതിങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ഇതിന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കേണ്ടതുണ്ടോ, അതല്ല 1-2 സിറ്റിങ്ങുകളിൽ തീരുന്ന കാര്യമാണോ? അല്ല, ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ 1-2 ചിലപ്പം മാക്സിമം 3 അതിനുള്ളിൽ കംപ്ലീറ്റ്ലി തീരും. പിന്നെ ഓരോരുത്തരുടെ ഡോണർ ഏരിയ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള അനുസരിച്ച് അതിന്റെ റിസൾട്ടും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ സിമ്പിൾ പ്രൊസീജിയറാണ്. നമുക്കിത് ചെയ്തുകൊണ്ട് പറയാം, ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ ചിലപ്പം ഡയലോഗ് അടിക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒക്കെ കൊണ്ട് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ചെയ്തുകൊണ്ട് ഇതിനകത്തൊരു പരിപാടിയൊന്നും ഇല്ല, സിമ്പിളാണ്. നന്നായിട്ട് ഞാറ് നടാൻ അറിയുന്നവർ നട്ട ചെടി വളരും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കൃത്യമായി ക്ഷമയോടുകൂടി ചെയ്യണം. അത് നല്ല ഹൈ ക്വാളിറ്റി ക്ലിനിക്കിൽ നല്ല അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ. നമ്മൾക്കിത് ചെയ്യാൻ വരുന്ന ഡോക്ടറിനെ കുറിച്ച് നമ്മൾ നേരത്തെ അന്വേഷിച്ചായിരുന്നോ? തീർച്ചയായിട്ടും. പിന്നെ ഇത്രയും നേരം സംസാരിച്ചിട്ട് തലയല്ലേ വെച്ച് കൊടുക്കുന്നത്, അതും ഇത്ര വീണ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണാനിപ്പോ നേരത്തെ അറിയുന്നുണ്ട്, കുഴപ്പമില്ല. വീണ അറിയാത്ത ഒരാളാണ് മാഷിനെ ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാഷ് വീണ എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, ആരിൽ ജനിച്ചു, ഇനി അച്ഛനെന്താ ജോലി, അമ്മയ്ക്ക് എന്താണ്, ഇതുവരെയുള്ള എല്ലാ ഹിസ്റ്ററിയും പഠിച്ചിട്ടേ പറയുള്ളൂ. ഓക്കെ വീണ ഞാൻ റെഡിയാണെന്ന് പറയുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് ഡോക്ടർ. എന്താ ഈ ഡോക്ടറെ കുറിച്ച് അന്വേഷിച്ചപ്പോ സത്യത്തില്? അല്ല, അങ്ങനല്ല, നമ്മൾക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു പോസിറ്റീവ് ഫീല് വന്നു, ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ നമ്മുടെ സത്യനാരായണൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി ചാനലിന്റെ പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിയെ പറ്റി ഞാൻ അന്വേഷിച്ചു. ഡോക്ടർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് അല്ലേ? ഡോക്ടർക്കല്ല, ഈ സത്യനാരായണൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്ക് ഈ തലയിലിച്ച് ചെയ്തത് ഡോക്ടറാണ്. പുള്ളി ഒരുപാട് പേർക്ക് ഇതിപ്പം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതെ. അപ്പൊ അങ്ങനെ ഈ പുള്ളിയുടെ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ജെന്യൂനായിട്ട് തോന്നി ആള്. പിന്നെ പുള്ളി ചെയ്ത ആൾക്കാരെ ആരൊക്കെയാന്ന് അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റ് അല്ലാത്ത കുറച്ച് പേരുടെയൊക്കെ പേരെടുത്തപ്പോൾ ഇവരൊക്കെ സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്, സക്സസ്ഫുൾ ആണ്. അപ്പൊ പറയാൻ അറിയുന്ന ആരൊക്കെയാ ഉള്ളത്? സിനിമ എന്നൊക്കെ ഉള്ള ഇപ്പൊ വിഷ്ണു ചെയ്തിട്ടുണ്ട് അവിടെ, സീരിയലിലൊക്കെ ഉള്ള നമ്മുടെ സാജൻ സൂര്യ ചേട്ടൻ ചെയ്തു. പിന്നെ അനീഷ് രവി എന്ന് പറഞ്ഞ മറ്റേ ന്യൂസ് റീഡർ, പിന്നെ അനീഷ് രവി ആക്ടർ, അങ്ങനെ കുറച്ച് പേര് ചെയ്ത് ബിജു സോപാന ഇവരെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ സക്സസ് ആണ്, നല്ല പോസിറ്റീവാണ്. ഞാൻ പിന്നെ ഇവരോടൊന്നും ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല, അല്ലാതെ തന്നെ എനിക്ക് അറിയാൻ കിട്ടി. അല്ല, ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു ഇന്റർവ്യൂ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പോഴത്തേക്കും ഒരടിയിൽ ഒരാൾ വന്ന് കമന്റ് എഴുതി, നിങ്ങൾ ഈ വ്ളോഗ് എടുക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ഒരു ജോലിയായിട്ടാണോ നിങ്ങൾ എടുക്കുന്നതെന്ന്, ഇതൊക്കെയാണോ നിങ്ങളുടെ യഥാർത്ഥ ജോലി? ഈ ചോദ്യം നിങ്ങൾ കേൾക്കാറുണ്ടോ? പിന്നെ പണിയെടുത്ത് ജീവിച്ചു. ഇപ്പൊ ഈയിടെ ആയിട്ട് ഞാൻ കുറച്ച് കമന്റിനൊക്കെ റിപ്ലൈ കൊടുത്തു തുടങ്ങി. അതല്ല, ഈ എല്ലാം അകത്തിരുന്ന് തിങ്ങിട്ട് പുറത്തോട്ട് കളയണ്ടേ. എനിക്ക് 24 മണിക്കൂർ തികയുന്നില്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. എനിക്ക് വേറെ ബിസിനസ് ഉണ്ട്, അത്യാവശ്യം പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഞാൻ അതെല്ലാം സൈഡ് ലൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നതും വ്ലോഗ് ചെയ്യുന്നതും കുട്ടികളെ നോക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഞാൻ എൻജോയ് ചെയ്യാണ്. അതിന്റെ കൂട്ടത്തിൽ ഇവര് ഇത് ചോദിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ എംപ്ലോയിഡ് ആണ്, എനിക്ക് സുക്കർബർഗും പൈസ തരുന്നുണ്ട്, അതെ അവര് പൈസ തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു
യെസ് ഞാൻ എംപ്ലോയിഡ് ആണ്, എനിക്ക് മെറ്റയും തരുന്നുണ്ട്, ഗൂഗിളും പൈസ തരുന്നുണ്ട്, പറഞ്ഞു മനസ്സിലായില്ലേ? സോ ഇപ്പൊ ഞാൻ എംപ്ലോയിഡ് ആണെന്ന് പറയാം. ഇനി വരാൻ പോണത് എന്താ? പണിയേ ഇല്ലാത്തൊരു കാലമാണ്, AI ആണ്. വീണയുടെ ഒരു പടം വെച്ച് വീണയുടെ എല്ലാ എക്സ്പ്രഷനും മോഡുലേഷൻ വരെ എടുത്ത് പേടിപ്പിക്കല്ലേ, ചാനൽ തുടങ്ങിയിട്ട് 2 കൊല്ലം ആയിട്ടില്ല. അല്ല നമ്മുടെ സൗണ്ട് ഉൾപ്പെടെ വരുവാ. അപ്പൊ പിന്നെ എന്താണ് പണി? അപ്പൊ ഇനി പണി എന്ന് പറഞ്ഞാൽ AI എങ്ങനെ ബെസ്റ്റ് ഉണ്ടാക്കാന്ന് ഇപ്പൊ പഠിച്ച അല്ലേ, പണിയില്ലിനി. ശരിക്കും ആ അഭിനയമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ദേവികെ? അങ്ങനത്തെ ആ ഒരു സമയം അതെന്താണെന്ന് ഇപ്പൊ ഓർമ്മ പോലും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഞാൻ മറന്നിരിക്കുകയാണ്. ഓരോരുത്തർ ചോദിക്കുമ്പോ എന്ത് നന്നായിട്ട് അഭിനയിച്ചിട്ട് ഓഫറുകൾ വരുന്നുണ്ട്. ആണോ? ടോക്സിക് ഭർത്താവ് വിടുന്നില്ലടാ, ഭർത്താവ് എന്നോട് ചോദിക്കാൻ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല. ഭർത്താവ് അതിന് മുന്നേ പറയും ഇപ്പൊ നല്ല നായിക നടിമാരൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ താങ്കൾക്ക് ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അമ്മ റോളൊക്കെ ആയിരിക്കും, അതുകൊണ്ട് വേണ്ട ചെയ്യാൻ വേണ്ടി. അതെ, അത് അമ്മേന്റെ റോളായിരിക്കും, അതുകൊണ്ടൊന്നല്ല. ഒന്നാമതിപ്പോ സമയമില്ല നമുക്ക്. എനിക്ക് ഇപ്പം മക്കളോട് നമ്മൾ ഇരിക്കുമ്പം വേറെ ആരും നോക്കില്ല എന്നൊന്നും അല്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഞാൻ നോക്കുമ്പോൾ സീരിയലിൽ എനിക്ക് ഒരു ദിവസം കിട്ടുന്ന പേയ്മെന്റ് ശരിയാണ്, പേയ്മെന്റ് ഇതുണ്ട്. പക്ഷെ അവരെ ആ ക്യാരക്ടറിനെയാണ് സ്നേഹിക്കുന്നത്, അല്ലാതെ ദേവിക എന്നുള്ളൊരു വ്യക്തിനെ അല്ല. അന്ന് സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ ലൈഫിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ബാലാമണിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു ദേവിക എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം കുറച്ച് പേരൊക്കെ തെറി പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. അത് സത്യമാണ്, സത്യം. ലൈഫൊക്കെ കംപ്ലീറ്റ്ലി കയ്യിന്ന് പോയി, അല്ലെങ്കിൽ ജീവിതമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഡൗൺ ആയിരുന്ന സമയത്താണ് മാഷിനെ പരിചയപ്പെട്ടത്. എനിക്ക് 2 ക്യാരക്ടറുണ്ട്. ഒന്ന് എന്താ പറയുക, എന്നെ പൊക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കും, അതൊക്കെ സൂപ്പർ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ അതിനേക്കാളും സൂപ്പറാന്ന് പറയിക്കാൻ വേണ്ടി ചെയ്യും. 2 എന്നെ താഴ്ത്തി കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര എന്നെ താഴ്ത്തി കെട്ടി പറയുന്ന ആളല്ല, ഞാൻ അതിനേക്കാളും ചെയ്യാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കും. അപ്പം 2 രീതിയിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പൊ 2 രീതിയിലാണ് ഞാൻ പണിയെടുക്കും. എൻ്റെ അമ്മ എന്നെ പൊക്കി എന്നെ ആകാശത്ത് വെച്ചിരുന്ന ഒരാളായിരുന്നു. മാഷ് വന്ന്, ഞങ്ങൾ പ്രണയിച്ചിട്ട് വന്നൊന്നല്ല, എൻ്റെ യോഗയ്ക്ക് എന്നെ ഇതാക്കാൻ വേണ്ടി വന്നേ. മാഷ് വന്ന് എന്നെ നേരെ താഴ്ത്തി കിട്ടും. അതായത് ഞാൻ പറന്നുകൊണ്ടിരിക്കുന്ന എന്നെ ഇതല്ല റിയാലിറ്റി, നീ ഏതോ സ്വപ്ന ലോകത്താണ്, ഇതല്ല റിയാലിറ്റി എന്ന് പറഞ്ഞ് എന്നെ നേരെ അടിച്ച് താഴ്ത്തി കിട്ടും. ചേട്ടാ അത് ശരിയല്ല. ഞാൻ സ്വപ്ന ലോകത്തായിരുന്നു. എനിക്ക് 29 വയസ്സ് 30. ഇപ്പോഴും ഞാൻ നയൻതാരയാവും എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ആളാണ്. അതായത് സിനിമ സ്വപ്നം കണ്ട് നയൻതാരയാവും, എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞ് അതിനു വേണ്ടി പ്രയത്നം. ആരെയും വിളിച്ചോ സിനിമ കഥ കേൾക്കലോ ഒരു കഥ പറച്ചിലോ ഒന്നുമില്ല, പക്ഷെ ഞാൻ എത്തും. ഞാൻ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചത് ഇതാണ്, ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തെ വഴിയിൽ കിടന്ന് നന്നായിട്ട് കഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ ജീവിച്ച് ഒന്നും കിട്ടാണ്ട് ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടത്? സീരിയലും വരുന്നുണ്ട്, അതും ഞാൻ എടുക്കുന്നില്ല. സിനിമയായിട്ട് ഒന്നും വരുന്നുമില്ല. എന്നാലായിട്ട് ഞാൻ പട്ടിപ്പണി, ഞാൻ ഡാൻസും ഇതോ എല്ലാം ചെയ്ത് ഞാൻ എൻ്റെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുകയാണ്. മാഷൻ എന്നെ കുറേ സിനിമയ്ക്ക് വിളിച്ച് ദൈവം ഒന്ന് ഫോട്ടോസ് അയക്കുമോ, ഇന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ ഇതാണോ ഫോട്ടോ, ഇതൊരു പ്രൊഫഷണൽ ഫോട്ടോ അല്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ മനുഷ്യനെന്താ പ്രാന്താണ്, ഞാൻ നല്ല ഭംഗിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് യോഗയുടെ ഇതിലേക്ക് വന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാം, ദേവിക താങ്കൾ വിചാരിക്കുന്ന മാതിരി താങ്കളൊരു സംഭവമല്ല. ഞാൻ സംഭവം. അപ്പം ഞാൻ ഇയാൾക്ക് എങ്ങനെ അറിയാം ഞാൻ സംഭവമല്ല, ഞാൻ സംഭവം. പിന്നെ പുള്ളി എനിക്ക് എൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം ഞാൻ വേറെ തരത്തിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ പുള്ളി എനിക്കത് റിയാലിറ്റി പറഞ്ഞു തന്നു. ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പതിയെ അക്സെപ്റ്റ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറി. പുറമേന്ന് കാണുന്ന ആൾക്കാർ വിചാരിക്കും മാറി എന്ന് വിചാരിക്കുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെയായിപ്പോയി. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് സെൽഫ് റിയലൈസേഷൻ വന്നത് പുള്ളി എൻ്റെ ലൈഫിൽ വന്നതോടെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന ആളെ എന്നെ തിരിച്ച് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവന്ന് ഇതാണ് ലൈഫ് എന്ന് കാണിച്ചു തന്നത് മാഷാണ്. ഇങ്ങനെ ഒരാള് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണോ ലൈഫിലേക്ക് വരാൻ പോകുന്ന ദൈവമേ എന്നുള്ളൊരു ഞെട്ടലപ്പം ആ സമയത്ത് ഉണ്ടായോ? ഇല്ല, നമ്മളിൽ അതൊക്കെ ഭയങ്കര സംഭവിച്ചു പോയതാ, പ്ലാൻ ചെയ്തൊന്നും വന്നതല്ല. എനിക്ക് ജീവിതത്തിലെ ഞാൻ ഭയങ്കര പ്ലാനിങ്ങിന്റെ ആളാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ സംഭവിച്ചതാണ് കല്യാണം, കുട്ടികൾ, ഇതെല്ലാം. ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ദൈവസത്യമായിട്ട് പറയുകയാണ്, ഞാൻ കല്യാണം പോലും കഴിക്കാതിരുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര സുഖമായിട്ട് ജീവിച്ചു പോയ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകം, ഞാൻ കല്യാണം പോലും കഴിക്കാതെ സുഖമായി ജീവിച്ചു പോയ ഒരാളാണ്. അങ്ങനല്ല, ഞാൻ സുഖമായി ജീവിച്ചെന്ന് പറഞ്ഞാൽ
കല്യാണം കഴിക്കാതെ ഒരു പ്രായമായ സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു നല്ല കുട്ടിയെ കണ്ടാൽ അയ്യോ എനിക്ക് കൂടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ 2 പിള്ളേരൊക്കെ ആയിട്ട് രസമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ നല്ല കുട്ടിയെ കണ്ടാൽ കൊള്ളാം, നല്ല കുട്ടി രസമാണ്, നമുക്ക് സംസാരിച്ചിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഉടനെ അതിന് കല്യാണം കഴിക്കണം, കൊച്ചാവണം, എനിക്ക് ഭാര്യ, അങ്ങനെ ഒരു സംഭവം നമുക്കില്ല. കൊച്ചിനെ പോലെ ഇല്ല. ചിലപ്പോൾ കൊച്ചിലെ നമ്മൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരുപാട് പേരെയൊക്കെ കണ്ട ആ ഒരു ലൈഫ് സ്റ്റൈൽ വന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ കല്യാണം കഴിച്ച് നമ്മൾ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും അത് ഇത് ആ പ്രശ്നം ഈ പ്രശ്നം മറ്റേ കുടുംബ പ്രശ്നം പിന്നെ അവരുടെ വീട്ടുകാർ നമ്മുടെ വീട്ടുകാർ പോയി ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ അമ്മായി അച്ഛനാണെന്ന് നോക്കത്തില്ല, ഞാൻ പച്ചക്ക് കാര്യം പറയും. അപ്പോൾ ബന്ധം പോകും അല്ലേ? സത്യം അല്ലേ? ബന്ധം പോയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പോൾ അമ്മായി അച്ഛനോ അമ്മാവനോ കുഞ്ഞമ്മയൊന്നും വേണ്ട ഈ ഭൂമി ജീവിക്കാൻ, ആരും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ലൈക്ക് ഞാൻ ആരും ഉപദ്രവിക്കത്തില്ല, എന്നെ ആരും ഉപദ്രവിക്കണ്ട, നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് മറ്റേ ഓഷോയുടെ പരിപാടികളൊക്കെയാണ് ഞാൻ അങ്ങനെ നമ്മൾ ആ ഒരു സ്പിരിച്വൽ പരിപാടികളാണ്, മനസ്സിലായി. അല്ലാതെ ഒരു ഈ ചട്ടക്കൂട് വട്ടത്തിൽ കിടന്ന് കളി ഇത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യം, കാരണം എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. കാരണം എല്ലാ റെസ്പോൺസിബിലിറ്റിയും എടുക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ. ഈ 2 പിള്ളേരുടെ അമ്മയാണോ ഈ പറയുന്നത്? ഐശ്വര്യറായി കത്രീനൊക്കെ പരിപാടികളായിരുന്നു. ഒരു ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ചെറുതായിട്ടൊന്നും മാറ്റി കൊടുത്തു. അല്ല, എന്നിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഇപ്പം ഞാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും, അമ്മ എല്ലാം ചെയ്തോളൂ, അങ്ങനെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ആസ്വദിച്ച് നടക്കണം. പുള്ളിക്കാരുടെ അമ്മ ഭയങ്കര റെസ്പോൺസിബിൾ, എല്ലാം ചെയ്തോളൂ, ഞാനൊന്നും ചെയ്യണ്ട. എനിക്കിപ്പോ നാളെ പ്രോഗ്രാം ഉണ്ട്, അമ്മ ഡ്രസ്സ് എടുത്ത് വെച്ചു. ഞാനാണെങ്കിൽ കല്യാണത്തിന് പോകാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ കിട്ടുന്ന ഡ്രസ്സ് എടുത്തിട്ട് പോകും. അമ്മ ആ കിട്ടുന്ന ഡ്രസ്സ് ഞാൻ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അതും 4-5 അത് കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ച് തരും. ഇപ്പൊ എല്ലാം അമ്മ നോക്കും, എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഡാൻസ് കളിക്കുക, പഠിക്കുന്നതും എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ ഈ പറഞ്ഞ വാശി കിടന്നുകൊണ്ട് മാത്രം ഞാൻ പഠിച്ചിട്ട് ഇതാക്കിയത് കേട്ടോ. അപ്പം പഠിക്കുക, ഡാൻസ്, എന്തൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ അതൊക്കെ ചെയ്യാം. പക്ഷെ എല്ലായിടത്തും അമ്മേനെയും കൊണ്ടേ പോകാൻ പറ്റും, ഫ്രണ്ട്സ് ഒന്നും പാടില്ല. അതൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് പാടില്ല, എന്താ പറയാ, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ 28-ാം വയസ്സിൽ, 29-ാം വയസ്സിൽ അല്ല, എനിക്ക് സ്വന്തമായിട്ട് ഫോൺ വന്നത് എന്റെ 29-ാം വയസ്സിലാണ്. അതുവരെ എന്റെ ഫോൺ അമ്മയായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. അത് എനിക്ക് സുഖമായിരുന്നു, കാരണം ആര് വിളിച്ചാൽ ഞാൻ പറഞ്ഞു അയ്യോ എന്റെ എല്ലാം നന്നായി വന്നു. എനിക്ക് അങ്ങനെ ഫോൺ ഉപയോഗം കുറവായി, എനിക്ക് ഉപയോഗമില്ല. പിന്നെ എനിക്ക് സമയം കളയണ്ടേ, അപ്പൊ ഞാൻ മാക്സിമം എന്റെ ഡാൻസ് ക്ലാസ്, യോഗ, പിന്നെ അതേമാതിരി പഠിക്കാനുള്ളതിന് അതിന് പോകും. ഞാൻ ഭയങ്കര ചില്ലായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കല്യാണം കഴിച്ചെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആയിരിക്കില്ല എന്ന്. കാരണം എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ മാറും. സോ ഇപ്പം പറഞ്ഞ മാതിരി ഒരു ടോക്സിക് ഹസ്ബൻഡിനെയാണ് എനിക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെയായി മാറും. ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും എനിക്കിങ്ങനെ എന്ന് വേണം എന്നുള്ളതൊന്നും അല്ല. പക്ഷെ മാഷിൻ്റെ ഇതിൽ ഞാൻ വന്നപ്പോൾ കല്യാണം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് വേണം, എനിക്ക് മീ ടൈം വേണം, അതൊന്നും തരാതിരിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തർ പറഞ്ഞു തന്നിട്ട് നീ മീ ടൈം ഒക്കെ ചോദിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു മീ ടൈം ചോദിക്കണല്ലേ, ഓക്കെ ചോദിക്കാം. അപ്പം എനിക്ക് സ്പേസ് വേണം, എനിക്ക് ചിന്തിക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 30 വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് റിയലൈസേഷൻ വന്നത്. അതായത് കല്യാണം കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല ഈ സമൂഹത്തിൽ. പല ആൾക്കാരും നമ്മളെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതുവരെ നമ്മൾ നോക്കി കാണുന്ന രീതിയിലായിരിക്കില്ല. അങ്ങനെയൊന്നും പറയരുത്, കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന. പക്ഷെ എന്നാൽ പോലും ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും ഉണ്ടല്ലോ. പറഞ്ഞിട്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. 29 വയസ്സായപ്പോഴാണ് ഇതുപോലൊന്നും പച്ചക്ക് സത്യം പറയാറില്ല. ഞാൻ മാഷടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ സത്യം പറയാൻ പഠിച്ചത്. അതുവരെ ഞാൻ ഫുൾ കള്ളത്തിനെ പറയുള്ളൂ. എടുക്കുന്ന കള്ളത്തിനെ അറിയോ? പിന്നെ എല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടിയാ. ഓക്കെ. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ശരി എന്നാ ഇനി കല്യാണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞ മാതിരി അബ്രോഡ് ആവുമല്ലോ, ഇങ്ങനെ നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ കുറെ നോക്കി. പക്ഷെ ഒന്നും സെറ്റായില്ല. പിന്നെ ആൾക്കാര് പിന്നെ വന്നതെല്ലാം നല്ല പ്രായമില്ലാത്ത ചുള്ളൻ ചെക്കന്മാരായിരുന്നു. അല്ല, ചുള്ളൻ ചെക്കന്മാരൊന്നും പുള്ളി കളിയാക്കി. 35 വയസ്സിനുള്ള കല്യാണത്തിനൊക്കെ മുന്നേ 2-3 പടങ്ങളൊക്കെ ആരൊക്കെയോ ഇവരുടെ ബന്ധുക്കളൊക്കെ അയച്ചു കൊടുത്ത പടങ്ങളൊക്കെ എന്നെ കാണിച്ചു കഴിഞ്ഞിട്ട് പെറ്റ തള്ള സഹിക്കത്തില്ല. ഞാനപ്പോൾ എഴുതി ആര് അയച്ചു തന്നത്, അത് ഇന്ന
ഇതിനൊക്കെ വേദം നീ വേറെ വല്ല പണിക്ക് പോകുന്നത് നീ ഇത്രയും ഗതികേടൊന്നും താങ്കൾക്ക് ഇല്ല. അതായത് ഒന്ന് ഞാൻ ഭയങ്കര ലൈഫിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയി, എനിക്കിനി എനിക്കറിയാം ഞാൻ രക്ഷപ്പെടുന്നു, പക്ഷെ എല്ലാവരും വിചാരിച്ചു ഞാൻ ആകെ ഡൗൺ ആയി കിടക്കുന്ന ആ ഒരു ടൈം നമുക്ക് ഏജായി, 30 വയസ്സായി, കല്യാണം ആയിട്ടില്ല, ഫിനാൻഷ്യലി ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ കൊണ്ട് കളഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നപ്പം എല്ലാവരും നമ്മൾ ഓവർ പവർ ചെയ്യും. കാരണം നീ ഇതുവരെ ജീവിച്ചത് നീ തെറ്റായിരുന്നു എന്നാണ് എല്ലാവരും എന്നെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത്, ഞാൻ തെറ്റായിരുന്നു എന്ന്. പക്ഷെ എൻ്റെ അമ്മ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അമ്മക്ക് ഇങ്ങനെ ഈ പറ്റും എന്ന് പറഞ്ഞ് എന്നെ പൊക്കിക്കൊണ്ടിരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ വീട്ടുകാരും എനിക്ക് പരിചയമുള്ളവരൊക്കെ പറഞ്ഞ് ഇത്ര വയസ്സായ സ്ഥിതിക്ക് ഇനി യാതൊരു കാരണവശാലും 30 വയസ്സിലെ 32 വയസ്സുള്ള പയ്യന്മാരൊന്നും കിട്ടില്ല, 35+ ഉള്ള പയ്യന്മാരെ അല്ലെങ്കിൽ 40 വയസ്സുള്ള പയ്യന്മാരെ കിട്ടുള്ളൂ പറഞ്ഞിട്ടാണ് ഇവർ എനിക്ക് അയച്ചു തരുന്നത്. അപ്പം ഞാനിതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള തോട്ട് വരാനുള്ള റീസൺ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയതോടെ ആൾക്കാരുടെ പണ്ട് നമ്മളെ അടുത്ത് സംസാരിച്ച രീതിയൊന്നുമല്ല, അവര് നേരെ ബാക്ക് ടു എന്താ കല്യാണം കഴിക്കാത്ത, എന്താ ഇതാവാത്ത, നമുക്ക് ഫ്രണ്ട്സ് ആവാം, ഇങ്ങനത്തെ ഒക്കെ ടോപ്പിക്. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ, എനിക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് ഒന്നെങ്കിൽ ഞാൻ ഒരാളെ എനിക്ക് വേണം സപ്പോർട്ട് ചെയ്യാൻ. അതിപ്പോൾ എൻ്റെ അമ്മ ഇത്രയും കാലമുണ്ട്, ഇനി ഒരു പരിധി വരെയല്ലേ അമ്മയ്ക്കൊക്കെ പറ്റുള്ളൂ, എനിക്കൊരു ഹസ്ബൻഡ് ഫിഗർ വേണം. അങ്ങനെ ഒരു തോട്ട് വന്നു. അപ്പോഴാണ് ഈ മാഷിന്, അതിനു മുന്നേ മാഷായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. അയ്യോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജന്മം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒരു പോയിന്റില് ഞാനെങ്ങനെ താങ്കളെ കല്യാണം കഴിച്ച് ജീവിച്ചത് ഞാൻ ഇപ്പോഴും ആലോചിക്കും, രണ്ടുപേരും പരസ്പരം ആലോചിക്കും. അപ്പോൾ പല കല്യാണാലോചനകൾ വരുന്നു, അതൊന്നും സെറ്റ് ആവുന്നില്ല. ഏതോ ഒരു സുപ്രഭാതത്തിൽ ഈ മാഷിനൊരു സ്വഭാവമുണ്ട്, എല്ലാം കുത്തി ചോദിക്കും. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗിൽ ഇരുന്നിട്ട് കുത്തി ചോദിച്ചു. ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറയാതിരുന്ന എൻ്റെ മനസ്സിലുള്ള കാര്യവും എനിക്ക് എല്ലാ കാര്യവും മൂപ്പരടുത്ത് പറഞ്ഞു. അതായത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇപ്പം 34 വയസ്സായി, ഇതുവരെ നടന്ന കാര്യങ്ങളിൽ ഒരു കാര്യം പോലും മൂപ്പർക്ക് അറിയാത്തതില്ല. ആ രീതിയിൽ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. ഏതൊരു പോയിന്റ് ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ച് കുഴപ്പമില്ല, എല്ലാം പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വഭാവം ഇതാണ്, ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും എന്നെ കംപ്ലീറ്റ്ലി അറിയുന്ന ഒരു മനുഷ്യനെ കെട്ടുന്നതല്ലേ നല്ലത്. അങ്ങനെയാണ് മാഷിനെ കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിച്ചത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും യോഗയുടെ ഇതിലിതായി. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, കല്യാണം കഴിക്കാത്ത സ്ഥിതിക്ക് യാതൊരു കാരണവശാലും കല്യാണം കഴിക്കാത്ത പയ്യൻ്റെ കൂടെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, മീറ്റിങ്ങിനൊന്നും പോകാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ പിന്നെ പുള്ളീനെ തന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സക്സസ്ഫുൾ ആയി കാണിക്കണം. ജീവിതത്തിൽ പരാജയപ്പെട്ടു, എനിക്ക് യോഗയിൽ ഞാൻ സംഭവമായിട്ട് മാറും, അതിനെനിക്ക് മൂപ്പരെ കൂട്ടുപിടിച്ചാലേ നടക്കുള്ളൂ എന്ന് ഉറപ്പായി. അപ്പം അങ്ങനെയൊക്കെ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് എന്ന് പറയാം, അജിയേട്ടനോട്, ഏട്ടാ ഞാൻ ഈ പുള്ളീനെ കല്യാണം കഴിച്ചാലെന്ന്. നടക്കില്ല അമ്മണി. അവൻ എന്താ, നീയും വിജയമാധവൻ ചേരൂല്ല. എന്താ, വിജയമാധവൻ എൻ്റെ പോലൊരു മെയിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, നിനക്ക് അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ 3ാമത്തെ ദിവസം നീ വീട്ടിൽ വന്നിരിക്കുകയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സ്വഭാവം വേറെ, മാഷിൻ്റെ സ്വഭാവം വേറെ, ഇതാണ് അവർ ചിന്തിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല എനിക്ക് പറ്റുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി എല്ലാം ഉറപ്പിച്ച് കുഴപ്പമില്ല, എന്തായാലും എനിക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് സക്സസ്ഫുൾ ആയി കാണിക്കണം, എൻ്റെ ജീവിതം എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനും കല്യാണം കഴിക്കാൻ പോണത്. 0% എക്സ്പെക്ടേഷനിലാണ് ഞാനും കല്യാണം കഴിച്ചത്, മാഷും കല്യാണം കഴിച്ചത്. പക്ഷെ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴും മനസ്സിലായത് ഓക്കെ ലൈഫ് ഇത്രത്തോളം അടിപൊളിയായിരിക്കുമല്ലേ. പിന്നെയാണ് ഞങ്ങൾ സ്നേഹിച്ച് തുടങ്ങിയത്, ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്, ലൈഫിനെ ആസ്വദിച്ച് തുടങ്ങിയത്. അങ്ങനെ നിങ്ങൾ ഏതായാലും ഇങ്ങനെ ഒരു വളരെ സന്തോഷമുള്ള ഒരു ഫാമിലി ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ കുറേ നമ്മൾ പല ആളുകളിൽ നിന്ന് കേട്ട കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. മറ്റേ ഞാൻ ആദ്യമേ പറയില്ലേ, കുലസ്ത്രീ, പ്രോമാക്സ്, ടോക്സിക് ഭർത്താവ്, പിന്നെ പിള്ളേർക്ക് തോന്നുന്ന പേരിടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടാണ് വരുന്നത്. കുറെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തന്നതിൽ വളരെ സന്തോഷം. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ നിറയെ ഫുൾ ക്ലാരിറ്റിയുടെ ക്യാമറയൊക്കെ തീർന്നു അടിച്ചു പോയി. പിന്നെ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾക്കുള്ള എല്ലാത്തിനുള്ള ഉത്തരം, ചോദിക്കാത്ത ചോദ്യത്തിന് എല്ലാം ഉത്തരം തന്നിട്ടുണ്ട്. ഞാൻ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഏതായാലും വിഷിങ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ 2 ഭാവങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ മുടിയൊക്കെ വളർന്ന ചേട്ടനെ വീണ്ടും കാണാൻ, വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ, നല്ലൊരു കുട്ടി വരട്ടെ, ഈ പ്രഗ്നൻസി പീരീഡ് മാക്സിമം ആസ്വദിക്കുക. അതെ, 2 കുട്ടികളുടെ അമ്മ പറയുമ്പോഴത്തേക്കും ഡബിൾ ആയിട്ട് നമ്മൾ ആ അഡ്വൈസ് സ്വീകരിക്കണം. മാക്സിമം നമ്മൾ ആസ്വദിക്കുക, ഒരിക്കലും ഡള്ളായിട്ട് ഇരിക്കരുത്. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വരാം. അപ്പം ആ സമയത്ത് നമ്മൾ എണീറ്റിരുന്ന് ചെയ്യുക, റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് ചെയ്യുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ടൈം, അതെ 10 മണിക്കൂർ ഉറങ്ങണം ആണല്ലേ ഞാൻ പറയുന്നത്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.